അങ്ങനെ നമ്മളെ അടിപൊളി ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. ഓണക്കാലൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അവല് പായസം ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ചെറുപയർ പായസം ഉണ്ടാക്കണേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം. ബാ. അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 250 ഗ്രാം ചെറുപയർ ഇടുവാണേ, ചെറുപയർ പരിപ്പ്. ഇനി ഇതിനെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണെന്ന് പറ്റുന്നത് വറുത്തെടുക്കണം. ഈ വറുത്തെടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്ക് അതൊന്നും ഉണ്ടായിരിക്കാനായിട്ട് വറുത്തെടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറാണെന്ന് പറയുമ്പോൾ വരെ വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതിയേ, ഒരുപാട് കൂടി പോകണ്ട തീയെ. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇവനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ അളവ് പാത്രം ഉണ്ടല്ലോ, അതിനൊരു 3 പാത്രം വെള്ളം നമ്മൾ ഒഴിക്കുവാണേ. അത് ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ പരിപ്പ് വേകണമെങ്കിൽ ഒരു 3 വിസിലടിക്കണം. ആദ്യത്തെ ഒരു വിസിൽ വരുന്നതിനും വരെ നമ്മൾ ഫുള്ള് തീയിലിട്ട് വേവിക്കുക. അതിനുശേഷം സിമ്മിലിട്ടിട്ട് തീ കുറച്ചിട്ടിട്ട് ഒരു 2 വിസിലും കൂടെ വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മുടെ ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ പരിപ്പെടുത്ത അളവ് പാത്രം ഉണ്ടല്ലോ, അതിന് 1 കപ്പ് ശർക്കര നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ആ ശർക്കര നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു 1.5 അതേ അളവിന് തന്നെ 1.5 പാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനൊന്ന് അലിയിപ്പിച്ചെടുക്കാം കേട്ടോ. കാരണം അലിയിപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഈ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതെല്ലാം പൊക്കോളും. അപ്പോൾ ഈ ശർക്കര നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കുക. പാനിയാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, അടിക്ക് പിടിക്കാതെ. അപ്പോൾ അത് തന്നെ അലുത്ത് വന്നോളും. അത് നമുക്ക് അലുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ശർക്കര അരിച്ചൊരു കപ്പിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു ഉരുളിയിലേക്ക്, ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, പാത്രത്തിലേക്ക്. നിങ്ങൾക്ക് വേണേൽ കുക്കറിനകത്ത് തന്നെ വെച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ അടുത്തതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തുണ്ടല്ലോ, അതതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം നമ്മൾ ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം ഒരു 1 നുള്ള് ഉപ്പ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കട്ടെ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അടുത്ത നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നല്ലോ, ചെറിയ ജീരകം പൊടിച്ച ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു 4-5 ഏലക്ക, 4-5 ഏലക്ക എടുക്കാം, അത് പൊടിച്ച്. അതുപോലെ ചെറിയൊരു കഷ്ണം ചുക്ക്, ഒരു 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടി ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരട്ടോ കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മധുരം, നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ശർക്കരയുടെ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും, അതൊരു സുഖമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇത് ആവശ്യത്തിന് മധുരം ഉണ്ട്, ഇത്രയും ശർക്കര എടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഏലക്കയും ചുക്കും ജീരകമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ല മണം വരും. ഇതിപ്പോൾ തന്നെ എടുത്ത് കുടിക്കാൻ തോന്നും നമുക്ക്. ഇതൊരു 1-1.5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ നല്ല സെറ്റാവും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമ്മളെ അളവ് പാത്രം ഉണ്ടല്ലോ, അതിന് 1.5 പാത്രം തലപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലിൽ തലപ്പാൽ 1.5 കപ്പ്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യണം. ഇത് ഇരുന്ന് കഴിയുമ്പം കുറച്ചുകൂടെ കുറുവും കേട്ടോ പായസം. അപ്പോൾ പായസം ആകുമ്പോൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടിയാൽ രസമുള്ളൂ. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ ശുദ്ധമായ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ തേങ്ങാക്കൊത്ത് അത്യാവശ്യം ബ്രൗൺ കളറാകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് അത്യാവശ്യം ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതും ഒരു ബ്രൗൺ കളറായി വരട്ടെ. കാഷ്യൂനട്ടോ അല്ലെങ്കിൽ മുന്തിരി എന്ത് വേണമെങ്കിലും ചേർക്കാം. നിലവിൽ ഈ തേങ്ങാക്കൊത്ത് വറുത്ത് മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഒക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ അടിപൊളി ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ നടത്തി ഓളും കൂടെ ഒന്ന് ഞെക്കിയേക്കണേ, എന്നാലേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.